ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ ഓരോ ഐറ്റംസ് വീതം പരിചയപ്പെടുത്തി തരുമെന്ന്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഗ്ലോസി ഇനാമിൽസാണ്. നിങ്ങളുടെ വീടുകൾക്ക്, ജനലുകൾക്ക്, വാതിലുകൾക്ക്, കട്ടളകൾക്ക് ഇനി തിളക്കമുള്ളതാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇനാമൽ ഗ്ലോസി പെയിൻറ്റ്സ് അടിക്കുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പെയിൻറ്റ്സിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ഞാൻ പറയുന്നതും എൻ്റെ ഈ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നതും നിങ്ങൾക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷനായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും, നിങ്ങൾക്ക് എന്തെങ്കിലും പെയിൻറ്റിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി പറയുന്നതുമായിരിക്കും. നമുക്ക് നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകൾ വീതം പരിചയപ്പെടാം. ഇതിനൊക്കെ ഓരോ പേരുകളാണുള്ളത്. ആ പേരുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പേരുകളായിരിക്കും അതിൻ്റെ കളേഴ്സ് ആയിട്ട് വരുന്നത്. ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന രണ്ടെണ്ണാണുള്ളത്. എല്ലാ പെയിൻറ്റ്സിനകത്തും ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കറുപ്പും വെള്ളയും. അത് കൂടാതെയുള്ള ഓരോ പ്രൊഡക്റ്റുകൾ വീതമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് AD ഗ്രേ എന്നാണ് ഇതിൻ്റെ പേരായി മെൻഷൻ ചെയ്തു വന്നിരിക്കുന്നത്. ഇത് അക്വലൈറ്റ് ഇനാമിൽ പ്രീമിയം ഗ്ലോസി ഇനാമിലാണ്. ഇതിൻ്റെ പേരാണ് AD ഗ്രേ. AD ഗ്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ഗ്രേ എന്നാണ് ഈ കളറിൻ്റെ പേര്. അത് നമുക്ക് ഇവിടെ നമ്മുടെ ഷെയ്ഡ് കാർഡിനകത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, AD ഗ്രേ. ഈ കളറാണ് AD ഗ്രേ എന്ന് പറഞ്ഞ് വരുന്നത്. AD ഗ്രേ എന്ന് ലാസ്റ്റ് ഞാൻ ഈ പിടിച്ചിരിക്കുന്ന ഇതാണ് AD ഗ്രേ എന്ന കളറിൽ വരുന്നത്. അതുപോലെ അടുത്ത കളർ കാണിച്ചു തരാം. ഇതാണ് ബ്രൗൺ. ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കളറാണ്. നമ്മുടെ മിക്ക വീടുകൾക്കും ഉള്ള ഒരു കളറാണ്. ഇനാമിൽ അക്വലൈറ്റ് പ്രീമിയം ഗ്ലോസി ഇനാമിൽ വരുന്ന ഒന്നാണ് ബ്രൗൺ. ബ്രൗൺ കളർ കാണിച്ചു തരാം. ബ്രൗൺ കളർ എന്ന് വരുന്നത് കാണുന്നതാ, ഇതാണ് ബ്രൗൺ. ഈ കളറാണ് ബ്രൗൺ എന്ന കളറിൽ വരുന്നത്. അടുത്തത് കാണിച്ചു തരാം. ഇതാണ് OX ബ്ലൂ. OX ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്ക് ബ്ലൂ ആണ്. നമ്മൾ ഷട്ടറുകൾക്കും ചില ഷോപ്പുകളുടെ ഒക്കെ തന്നെ വീടിന് പാരപ്പറ്റ് ഷോപ്പുകളുടെ ഒക്കെ നമ്മളെ സീലിംഗ് ചെയ്യാനായിട്ട് OX ബ്ലൂ കൊണ്ടുപോകുന്നത്. അതുപോലെ ഷട്ടറുകൾക്കും OX ബ്ലൂ കൊണ്ടുപോകുന്നത്. ആ കളർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. OX ബ്ലൂ എന്ന് പറഞ്ഞു വരുന്നത് ഇതുണ്ടോ, ഓക്സ്ഫോർഡ് ബ്ലൂ എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. ഇത് ഷോർട്ടായി പറയുന്നതാണ് OX ബ്ലൂ എന്ന്. അടുത്തത് കാണാം. അടുത്തത് സ്കൈ ബ്ലൂ. സ്കൈ ബ്ലൂ എല്ലാവർക്കും അറിയാവുന്ന കളറാണല്ലോ. ആകാശ നീല, സാധാ ആകാശ നീലയാണ് സാധാ സ്കൈ ബ്ലൂ. കാണണമെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് സ്കൈ ബ്ലൂ എന്ന കളറിൽ വരുന്നത്. ഇത് എല്ലാവർക്കും അറിയാലോ, ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ അക്വലൈറ്റ് പ്രീമിയം ഇനാമിൽ ഗ്ലോസി ആണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങളുടെ വീടുകൾക്ക് തിളക്കമുള്ള പെയിൻറ്റ്സ് അടിക്കുന്നവരാണ് ഇനാമിൽ ഗ്ലോസി കൊണ്ടുപോകുന്നത്. ജനലിന്, വീടിൻ്റെ കട്ടിലപ്പടി, വാതിൽ തുടങ്ങിയവയ്ക്കാണ് ഇനാമിൽ ഗ്ലോസി ഇനാമിൽ കൊണ്ടുപോകുന്നത്. അടുത്തത് കാണാം. അടുത്തത് പിയോർ റെഡ്. പിയോർ റെഡ് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ സാധാ ചുവപ്പ് എന്ന് പറയുന്നതാണ് റെഡ് കളർ. സാധാ റെഡ് കളറാണ് വരുന്നത്. കാണിച്ചു തരാം ഏത് കളറാണെന്ന് ആരും സംശയപ്പെടേണ്ട ആവശ്യമില്ല. ഇതാ പിയോർ റെഡ്. ഇതാണ് പിയോർ റെഡ്. എല്ലാവരും കൊണ്ടുപോകുന്ന, കോമൺ ആയിട്ട് കൊണ്ടുപോകുന്ന റെഡാണിത്. ഇതങ്ങനെ അധികമായിട്ട് അങ്ങനെ പോവാറില്ല. നമ്മൾ എന്തെങ്കിലും ചില സ്ഥലങ്ങൾ പ്രത്യേകമായിട്ട് റെഡ് കളർ ചെയ്യണമെങ്കിൽ മാത്രമാണ് പിയോർ റെഡ് കൊണ്ടുപോകാറുള്ളത്. ഇത് ബ്രൗൺ ഞാൻ പറഞ്ഞതാണ്. ഇത് ഗോൾഡൻ യെല്ലോ. ഗോൾഡൻ യെല്ലോ, G യെല്ലോ എന്നാണ് എഴുതുക. ഇതിനകത്ത് മെൻഷൻ ചെയ്ത് വരുന്നത് G യെല്ലോ എന്നാണ്. നമ്മൾ ഇതിന് പറയുന്നതാണ് ഗോൾഡൻ യെല്ലോ. ഇതാണ് ഗോൾഡൻ യെല്ലോ. ഗോൾഡൻ യെല്ലോ എന്നാലും നമ്മളുടെ ടിന്നുകളിൽ വരുന്നത് G യെല്ലോ എന്നായിരിക്കും കമ്പനി മെൻഷൻ ചെയ്ത് ഇട്ടിട്ടുണ്ടാവുക. ഇതാണ് DP ഓറഞ്ച്. ഓറഞ്ച് കളർ വളരെ നല്ല കളറാണ്. DP ഓറഞ്ച്. കുറച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല കളറാണ് ഓറഞ്ച്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കളറുകളാണ്. ഇതെല്ലാം കൊണ്ടുപോകുന്നത് ചിലർ കൊണ്ടുപോകുന്നുണ്ട്. ഇത് നമ്മൾ പുതിയ ഈ ഷോപ്പുകളൊക്കെ തുടങ്ങുമ്പോൾ സീലിങ്ങിനെന്ന് പറഞ്ഞു. അതുപോലെ ചില കുട്ടികളുടെ തീം പാർക്കുകൾ ചെയ്യുമ്പോൾ അവിടെ ഞങ്ങളിൽ പല കമ്പികൾക്കും വെറൈറ്റി കളേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ DP ഓറഞ്ചും അതുപോലെ പിയോർ റെഡും എന്നീ കളറുകളൊക്കെ കൊണ്ടുപോകാറുണ്ട്. പിന്നെ പല ഹോട്ടലുകൾക്കും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അടുത്ത കളർ കാണാം. ഫിറോസി. നല്ല രസമാണ്. നമ്മൾ സ്കൈ ബ്ലൂ പരിചയപ്പെട്ടെങ്കിലും ഫിറോസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രത്യേക കളർ തന്നെയാണ് ഫിറോസി. ഫിറോസി ഞാൻ കാണിച്ചു തരാം. ഇത് സ്കൈ ബ്ലൂവിൻ്റെ ഡാർക്കാണ് വരുന്നത് കേട്ടോ.
കണ്ടു കഴിഞ്ഞാൽ സ്കൈ ബ്ലൂ പോലെയാണ്, പക്ഷേ ഫിറോസി ആണ് സ്കൈ ബ്ലൂവിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് കളറിൽ വരുന്നതാണ് ഫിറോസി. ഇതാ കാണുന്നുണ്ടോ, ഇതാണ് ഫിറോസി എന്ന് പറയുന്ന കളർ. അടുത്തത് കാണാം, ഇതാണ് SM ഗ്രേ. നമ്മൾ AD ഗ്രേ ആദ്യം പറഞ്ഞല്ലോ, അതിന്റെ തൊട്ട് ലൈറ്റ് ആയിട്ട് വരുന്നതാണ് SM ഗ്രേ എന്ന് പറയുന്നത്. സ്മോക്കൺ ഗ്രേ എന്നാണ് ഇതിനെ പറയുന്ന പേര്. ഇത് കാണിച്ചു തരാം. ഇതാ സ്മോക്കൺ ഗ്രേ കണ്ടോ, AD ഗ്രേ ആണ് തൊട്ട് താഴെയുള്ളത്. അതിന്റെ ലൈറ്റ് വേണമെങ്കിൽ ഏതെടുത്താൽ മതി, SM ഗ്രേ എടുത്താൽ മതി. ഈ SM ഗ്രേയുടെ ഡാർക്ക് ആണെങ്കിൽ AD ഗ്രേ. അങ്ങനെയാണ്. ഗ്രേയിൽ 2 കളറാണ് ഇനാമൽസിൽ വരുന്നത് കേട്ടോ. ഇതാണ് സിഗ്നൽ റെഡ്. സിഗ്നൽ റെഡ് ഇത് നമ്മൾ പല ഓഫീസ് ആവശ്യങ്ങൾക്കും അതുപോലെ RTO ഓഫീസിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തൊക്കെയോ മെൻഷൻ ചെയ്ത് എഴുതാൻ വേണ്ടിയൊക്കെ ഈ സിഗ്നൽ റെഡ് ആണ് കൊണ്ടുപോകുന്നത്. സിഗ്നൽ റെഡ് മിക്കവർക്കും തന്നെ അറിയാവുന്ന ഒരു കളറാണ്. ഇതാണ് സിഗ്നൽ റെഡിൽ പെടുന്നത്. സിഗ്നൽ റെഡ് പിയോ റെഡിന്റെ നേർ ലൈറ്റ്. ഞാൻ SM ഗ്രേയും AD ഗ്രേയും പറഞ്ഞ പോലെ തന്നെ സിഗ്നൽ റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിയോ റെഡിന്റെ നേരെ ലൈറ്റ് കളറാണ്. ഇതാണ് മിഡ് ബഫ്. മിഡ് ബഫ് ഒരു വെറൈറ്റി കളറാണ്. മിഡ് ബഫ് ആയിട്ട് വരുന്നത്. മിഡ് ബഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കേക്കിൻ്റെ യെല്ലോ ഷെയ്ഡ് തന്നെ, ഗോൾഡൻ ഷെയ്ഡിൽ യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു കളറാണ് മിഡ് ബഫ്. എങ്കിലും യെല്ലോ അല്ല, പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് കളറാണ്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏഷ്യൻ പെയിൻസിൻ്റെ ആണ് പറയുന്നത്. ഏഷ്യൻ പെയിൻസിൻ്റെ ഗ്ലോസി ഇനാമിൽസ്, അതായത് തിളക്കമുള്ള ഇനാമിൽസ്. നമ്മൾ തിളക്കമുള്ളത്, അതായത് മാറ്റ് ഫിനിഷിലും അതുപോലെ ഗ്ലോസിയിലുമാണ് 2 ഇനാമിൽസ് വരുന്നത് ഏഷ്യൻ പെയിൻസിന്. അതുപോലെ ഇതിന്റെ ക്വാണ്ടിറ്റി ഞാനിപ്പോൾ ഈ കാണിച്ച ക്വാണ്ടിറ്റി എല്ലാം 1 ലിറ്ററാണ്, 1 ലിറ്ററിൻ്റെയാണ്. ഈ ഗ്ലോസി ഇനാമിലിൽ ഇനി 1/2 ലിറ്ററും 200 ml 100 ml 50 ml എന്നിങ്ങനെ 4 ക്വാണ്ടിറ്റിയിൽ ഈ ഗ്ലോസി ഇനാമിൽസ് വരുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു, അത് സാറ്റിൻ ഇനാമിലാണ്, അതായത് മാറ്റ് ഫിനിഷ്. ഇത് ഗ്ലോസി ഇനാമിൽ. 2 ഇനാമിൽസും 2 വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഇതിന്റെ വിലയിലും വ്യത്യാസമാണ്. സാറ്റിൻ ഇനാമിൽ കുറച്ച് പ്രീമിയം വില കൂടുതലാണെങ്കിൽ നമ്മുടെ തിളക്കമുള്ള ഗ്ലോസി ഇനാമിൽസിന് വിലയും കുറച്ച് കുറവാണ്. ഞാൻ ഈ പരിചയപ്പെടുത്തിയതെല്ലാം ഏഷ്യൻ പെയിന്റ്സിന്റെ അക്വലൈറ്റ് പ്രീമിയം ഗ്ലോസി ഇനാമിൽസ് ആണ് പരിചയപ്പെടുത്തിയത്. ഇതിന്റെയൊക്കെ MRP കൗണ്ടിങ് വരുന്നത് എല്ലാത്തിനും ഒരു 412. നമ്മളൊരു 300 സംതിങ് രൂപയ്ക്കാണ് ഇതെല്ലാം കൊടുക്കുന്നത്. ഒരു 330 380 ഇടയ്ക്കാണ് ഈ ഗ്ലോസി ഇനാമിൽസ് എല്ലാം തന്നെ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത്. അതുപോലെ ഇതെല്ലാം അക്വലൈറ്റ് ഗ്ലോസി ഇനാമിൽസ് ആണ്, തിളക്കമുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. എൻ്റെ ഈ ചാനലിൽ എൻ്റെ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ എല്ലാവരും ശ്രമിക്കണം.